ലൈംഗിക ദാരിദ്ര്യം അങ്ങനെ തന്നെ പറയാം. സി ഫോർ എക്സാമ്പിൾ പട്ടായയിൽ നടക്കുന്നുണ്ടോ റേപ്പ്? ആളുകൾ മനസ്സിലാക്കി ഇത് തിരുത്തി ഇതിനൊരു അവസാനം ഉണ്ടാവും സ്ത്രീക്ക് തോന്നുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. ദേ വോണ്ട് സ്റ്റോപ്പ്. പക്ഷെ അതും പറഞ്ഞിട്ട് പ്രൂഫ് ഇല്ലാണ്ട് നമുക്ക് ഒരാളെ ദൂഷിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നിരപരാധിയായിരിക്കാം. ഇത്രയും കാലം ജീവിച്ചത് എങ്ങനെയാണ്? നമ്മൾ നമ്മുടെ ജീവിതത്തിന് കളയേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് യുവർ ലൈഫ്, വൺ ലൈഫ്. സോ ഡോണ്ട് ഡു ദിസ്. ഇത് ആൾക്കാരെ വരട്ടുന്നതല്ല, എനിക്ക് ഹേർട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഐ ടേക്ക് എ മെഷർ. എല്ലാവർക്കും എല്ലാ ലൈഫും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല. ഞാൻ എന്നെയായിട്ട് അക്സെപ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ് ജാനു. അവൻ കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ കാരണം. പെട്ടെന്ന് എടുത്ത ഡിസിഷനാണ്. എന്നെ വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. ഇപ്പം ലൈഫിൽ ഒരു സമയത്ത് മുമ്പ് ഇമ്മച്യൂർ ആയിട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും അതൊക്കെ ഓർത്തെടുക്കും. ഇപ്പൊ ഒരു ഞാൻ രക്ഷപ്പെട്ടില്ലേ അത് മേ ബി അങ്ങനത്തെ ഒരു ഇപ്പൊ ഞാൻ എന്റെ മെച്യൂരിറ്റി ടോക്സ് എന്ന് പറയായിരിക്കും. ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഇല്ലെങ്കിൽ ഐ വിൽ ബി നോർമൽ ഗേൾ വർക്കിംഗ് ഇൻ സംവെയർ, അല്ലെങ്കിൽ മീഡിയ കമ്പയറിങ്, അതിലേക്ക് മാത്രം ഒതുങ്ങി തീർന്ന് കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ആയി സെറ്റിലായി മേ ബി വല്ല യൂട്യൂബ് ചാനൽസും ഇതിലേക്ക് മാത്രം എൻ്റെതായിട്ടുള്ള ഒതുങ്ങിക്കൂടുക. ഇപ്പം എൻ്റെതായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ, ഒരു റോങ് റിലേഷൻഷിപ്പ് കാരണം മനസ്സ് മാറാൻ വേണ്ടി, മൈൻഡ് മാറാൻ വേണ്ടിയിട്ട് കയറിയത് കാരണം ഐ റീച്ച് സംതിങ്. പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിരുന്നു, ഫോക്കസ് കൂടുതലും ഇതിലോട്ടായിരുന്നു. ദാറ്റ്സ് വൈ ഐ സക്സീഡഡ് മേ ബി ഈ ഫീൽഡിൽ. അത് കാരണം നല്ലതെന്ന് പറയാം. ഇപ്പം സിനിമയിലേക്ക് ഉടുമ്പ് പോലത്തെ ഭയങ്കര ഡിഫറെൻറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഉടുമ്പിൽ. അപ്പം അതിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഫീൽഡിലേക്ക് ഫസ്റ്റ് എൻട്രി? ഫസ്റ്റ് എൻട്രി ഉടുമ്പല്ല എൻ്റെ. ആക്ച്വലി എൻ്റെ ഫസ്റ്റ് എൻട്രി ഋതു, ശ്യാം പ്രസാദ് സാറിൻ്റെ ഋതു, റീമ കല്ലിങ്കൽ, ആസിഫ് അലി, ഇവരുടെയൊക്കെ ഫസ്റ്റ് മൂവി. അതിൽ ഡയലോഗ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ഇല്ലായിരുന്നു. ഇതിലും ഡയലോഗ് ഇല്ല കേട്ടോ. അതിലും ഡയലോഗ് ഇല്ല. നമ്മൾ അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. അങ്ങനത്തെ ലൈക്ക് ഒരുവിധം ലൈക്ക് 5 ഫ്രണ്ട്സ്. അത് IT പ്രൊഫഷണൽസിൻ്റെ ഒരു മൂവി എന്തോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എൻ്റെ കുഞ്ഞിലെ എൻ്റെ +1 10th +1 ആ സമയത്തായിരുന്നു. സോ അപ്പം അതിൽ കുഞ്ഞു ഡയലോഗ്സ് ഉണ്ട്. ബട്ട് ഓൺ മൂവി എത്തിയപ്പം പാട്ടിലും ഇതിലും മാത്രമായിട്ട് ആയിരുന്നു. പിന്നെ ചെറിയ സീക്വൻസ് ഫ്രണ്ട്സിൻ്റെ മൂവിയിൽ എൻ്റെ ഫ്രണ്ട്സ് ഡയറക്റ്റ് ചെയ്ത്, ക്യാമറ ചെയ്ത്, ഞാൻ ഷോർട്ട് ഫിലിം ചെയ്ത്, ആ ഒരു സർക്കിളിൽ നിന്ന് അറിയാലോ, ഫ്രണ്ട്ഷിപ്പാണ് ബോണ്ടിങ്ങിന്. അപ്പോൾ അത് കാരണം ചെറിയ റോൾസ് മാത്രമേ ഉണ്ടായിരുന്നു. ഉടുമ്പിൻ്റെ മൂവി ആക്ച്വലി ബിക്കോസ് ഓഫ് ദിസ് ബോഡി ബിൽഡിംഗ് ഒക്കെ വന്നത് കാരണം അവർക്ക് കുറച്ച് സ്ട്രോങ് വിമൻ വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഞാൻ ഓഫ് സീസൺ ആണ്. അപ്പം ആക്ച്വലി ഇവർ എന്നെ തപ്പിയെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് ഇടുന്നുണ്ട് മൂവീസ്. അപ്പം നമ്മൾ വിചാരിക്കും കാസ്റ്റിംഗ് കൗച്ചാണ്, എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. ഫേക്ക് ആണ്. അപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനത്തെ മൂവിയിൽ ഇങ്ങനെ സ്റ്റൺ ക്യാരക്ടറാണ്, ഇത്രയും ഇതാണ്, കൊച്ചിയിൽ വെച്ചിട്ട് ഷൂട്ട്, നെക്സ്റ്റ് വീക്ക് ആ ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കും അയ്യോ അവിടെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പ്രശ്നമാവും. ലൈക്ക് അങ്ങനെ ആക്ടിങ് ഉണ്ടെങ്കിൽ പോലും പ്രശ്നമാണ്, ചിലപ്പോൾ കള്ളമായിരിക്കും. ചുമ്മാ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിൽ എങ്ങനെ തപ്പിക്കഴിഞ്ഞാലും എൻ്റെ നമ്പർ കിട്ടാമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. പിന്നെ ഇവർ എൻ്റെ ഫേസ്ബുക്കിൽ മ്യൂച്വൽ ഫ്രണ്ട് നോക്കി അതിലുള്ള ഒരാളെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ നമ്പർ എടുത്ത് വിളിച്ച് അങ്ങനെ ചെയ്ത മൂവിയാണ് ഉടുമ്പ്. ബട്ട് അതിൽ ആക്ച്വലി നമുക്ക് അതിന് ശേഷമുള്ള ഒരു സാധനം ഉണ്ടല്ലോ, നമുക്ക് ഇനിയും ഇതുപോലെ സ്റ്റൺ സീക്വൻസ് അല്ലെങ്കിൽ പോലീസ് സീക്വൻസ് ചെയ്യാം, അതിന് ലീഡ് വന്നിട്ടില്ല. ബിക്കോസ് ഇത് അവരുടെ ഒരു മൂവി ആയിട്ട് മാത്രം ഒതുങ്ങിപ്പോയി. പക്ഷെ ഐ ആം സോ ഹാപ്പി. അതിലധികം റോൾസ് ഒന്നും ഇല്ലെങ്കിലും നല്ല ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. ബിക്കോസ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഇറങ്ങിയ ഫസ്റ്റ് മൂവി, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഭയങ്കര ഹെവി ബഡ്ജറ്റ് മൂവി ഒന്നുമല്ല, അവർ ഭയങ്കര ലോ ബഡ്ജറ്റ് മൂവിയാണ്. അപ്പം അവർക്കും സ്റ്റോറി ലൈൻ വാസ് ഗുഡ്. ലൈക്ക് അത് ആക്ച്വലി കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു. ലൈക്ക് അത് ആക്ച്വലി തമിഴിലും ബാക്കി അതർ ലാംഗ്വേജിലൊക്കെ സെയിലായി. ഇറ്റ് ഇസ് ഹിറ്റ് സ്റ്റിൽ. ഇപ്പം കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീകൾ നേരിടുന്നത്, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം. സിനിമയിലും കൂടെ പറയണം കേട്ടോ. അപ്പം സിനിമയിലാണെങ്കിലും അപ്പം ആങ്കർ ആയിരുന്നു, മാധ്യമ രംഗത്താണെങ്കിലും സ്ത്രീയുടെ പേഴ്സണൽ ലൈഫ്, ബോഡി ബിൽഡിങ്ങിലാണെങ്കിലും എവ്രിവെയർ നേരിട്ടിട്ടുണ്ടോ? എവ്രിവെയർ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഓബ്വിയസ്ലി. ഇപ്പം നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കുറേയൊക്കെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, കുറേ പേര് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇത് മാത്രമല്ല, ഇപ്പം നമ്മൾ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിലാണെങ്കിലും, ഇപ്പം ഞാൻ ബോഡി ബിൽഡിങ്ങിലാണെങ്കിലും ഇതുപോലത്തെ ടോക്സ് ഉണ്ടായിട്ടുണ്ട്. നന്നായി ട്രീറ്റ് ചെയ്തവരും ഉണ്ട്, മോശമായിട്ട് സംസാരിച്ചവരും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പം ആ ഒരു പോർഷനിലേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് എന്തുകൊണ്ട് ഇവരിത് ആദ്യമേ പറയുന്നില്ല, പേടി. എന്തുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ല? ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷെ ഞാനായിട്ട് അങ്ങോട്ട് ആദ്യമേ പോയി പറയുമോ? എവിടെയാണെങ്കിലും ഫേസ് ചെയ്യാറുണ്ട്. വിമൻ പൊതുവേ നമുക്ക് ഫേസ് ചെയ്യാറുണ്ട്. ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ യെസ്.
ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനും തിരിച്ച് ചോദിക്കുന്നുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ റോങ് ടച്ച് ഫീൽ ചെയ്തിട്ടില്ലേ കുഞ്ഞിലാണെങ്കിലും? ഞാൻ എല്ലാ പെമ്പിളർക്കും ചോദിക്കുന്ന ചോദ്യമാണ്. എല്ലാ പെമ്പിളരും ഫേസ് ചെയ്യുന്നതാണ് റോങ് ടച്ച്. നമ്മൾ കുഞ്ഞിലാണെങ്കിൽ പോലും ചിലപ്പോൾ അയൽവാസികളായിരിക്കാം, ഫ്രണ്ടിൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ റോഡിൽ പോകുന്ന ആൾക്കാർ, ഇലക്ട്രീഷ്യൻ, ലൈക്ക് ഇറ്റ് ഈസ് ഹാപ്പനിങ് ലൈക്ക് പെമ്പിളർക്ക്. അപ്പം ആണ് ഉള്ളപ്പം പെണ്ണുണ്ട്. എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഓപ്പോസിറ്റ് സെക്സ് ആർ ഡിസൈൻ ടു അട്രാക്ട് ഈച്ച് അതർ. അങ്ങനെ വരുന്ന സമയത്ത് ചിലവർ വാക്കുകളായി ചോദിക്കും, ചിലവർ മേ ബി ആ സമയത്ത് ചിലപ്പോൾ മിസ്ബിഹേവ് ചെയ്യും. അത് അവരെ ശരിയെന്ന് പറയുന്നില്ല. തെറ്റ് ആണോ ചോദിച്ചാൽ യെസ്, ഒരാളുടെ പെർമിഷൻ ഇല്ലാണ്ട് ദേഹത്ത് തൊടുന്നത് തെറ്റാണ്. പക്ഷെ ഈ പറയുന്ന നേരത്തെയൊക്കെ സൈലൻ്റ് ആയിരുന്നു, ഇപ്പം റിയാക്ട് ചെയ്യുന്നു, ഇപ്പം ആയിരിക്കും അവർക്ക് ധൈര്യം വന്നിട്ടുണ്ടാവുക. പിന്നെ രണ്ടാമത് അത് പറയുന്നതെല്ലാം സത്യമാവണമെന്നുമില്ല. അപ്പം അത് കാരണം ഒരാൾ മാത്രം ഘോഷിക്കാൻ നിൽക്കരുത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. ലൈക്ക് ഓൾവേസ് ലൈക്ക് ഇപ്പോൾ ഒരാൾ ബാഡായിട്ട് അവർ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വിത്ത് പ്രൂഫ്, അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ, മെൻ്റൽ സപ്പോർട്ട് ചെയ്യാൻ വി ആർ റെഡി. പക്ഷെ അതും പറഞ്ഞിട്ട് പ്രൂഫ് ഇല്ലാണ്ട് നമുക്ക് ഒരാളെ ക്രൂശിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നിരപരാധിയായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഗ്രഡ്ജ് കാരണമായിരിക്കും. പെണ്ണെന്ത് പറഞ്ഞാലും എല്ലായിടത്തും വിലയുണ്ടെന്നുള്ള പേരിൽ കുറേ ആൾക്കാർ ഇതിൻ്റെ സമയം യൂട്ടിലൈസ് ചെയ്യുന്നുമുണ്ട്. സോ അത് കാരണം അതിന് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. ഓൺ മൈ പേഴ്സണൽ നോട്ട്, യെസ്, ഹാവ് ഫേസ്ഡ്. ഇപ്പം ഇത്രയും ഫെയിം വന്നിട്ടാണ് ഞാൻ ഫോർ എക്സാമ്പിൾ കോമ്പറ്റീഷൻസ് ഒക്കെ ചെയ്തത്. ആളുകൾ മനസ്സിലാക്കി ഇത് തിരുത്തി ഇതിനൊരു അവസാനം ഉണ്ടാവും എന്ന് ശ്രീക്ക് തോന്നുന്നുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. ദേ വോണ്ട് സ്റ്റോപ്പ്. സി, റേപ്പ് ഇസ് ഇല്ലീഗൽ. ലൈക്ക് റേപ്പ് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ റേപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. റേപ്പിനൊരു വലിയൊരു ശിക്ഷ ഇപ്പോൾ സൗദിയിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഇതുപോലെയൊക്കെ നടക്കുന്നുണ്ടോ? ദുബായ് പോട്ടെ, സൗദിയിലാണെങ്കിൽ ഇതുപോലെ നടക്കുന്നില്ല. എന്തുകൊണ്ട്? അപ്പം ഇവിടുത്തെ ശിക്ഷ അത് ഇല്ലാത്തത് കൊണ്ടല്ലേ. ബാക്കിയല്ല, നമുക്ക് തൂക്കിക്കൊലപാതകം ഇല്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ റേപ്പ് ഇസ് എ ബിഗ് തിങ് അല്ലേ. അപ്പം അങ്ങനെ ആ വിക്ടിം വന്ന് ആരാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് പോലും ലീവ് ചെയ്യുന്ന അവസരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് പെമ്പിളേർ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ആണുങ്ങളെയും പറയുന്നുണ്ട്, ആണുങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. ഗേൾസ് ആർ ഡൂയിങ് സോ മെനി സ്റ്റുപ്പിഡ് തിങ്സ് ഇൻസൈഡ് ദിസ്. അപ്പം പക്ഷേ വെൻ കംസ് ടു മീഡിയ വരുമ്പോൾ പെമ്പിള്ളേർ ചെയ്യുന്നത് മാത്രമേ, പെമ്പിള്ളേർ ഹേർട്ട് ആവുന്നത് മാത്രമേ പുറത്ത് വരുന്നുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ലൈക്ക് ഇപ്പം മീഡിയയിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. മൂവീസിൽ ആഗ്രഹം അറിയാമല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ആക്ടിങ് ആണ് താല്പര്യം എന്ന് പറഞ്ഞ് വന്ന്. നമുക്കപ്പോൾ പണ്ടൊക്കെ പോർട്ട്ഫോളിയോ ഫോട്ടോസൊക്കെ അയക്കുന്നതായിരുന്നു ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത്. ഫോട്ടോസ്, പിന്നെ സ്ക്രീൻ ടെസ്റ്റിന് പോവും. ഇപ്പം നമുക്ക് വീഡിയോസൊക്കെ അയച്ചാൽ മതിയല്ലോ, അപ്പോൾ സ്ക്രീൻ ടെസ്റ്റിന് പോവും. അപ്പോൾ അങ്ങനെ സെലക്ഷൻ വന്നതിന് ശേഷം സെലക്റ്റായി എന്ന് പറഞ്ഞ എക്സൈറ്റ്, പിന്നെ ഫോണിലാണല്ലോ സംസാരിക്കുന്നത്, കോൺവെർസേഷൻ, എത്ര ദിവസം ഷൂട്ട്, പിന്നെ നമുക്ക് ഷൂട്ട് ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്ന ഇതുണ്ട്. താല്പര്യമില്ല, ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഇല്ല, താല്പര്യമില്ല. പിന്നെ വീട്ടിലാണെങ്കിലും ഒരു കോൾ വന്നിട്ടുണ്ട്, പേര് പറയുന്നില്ല, ഇപ്പം ലാസ്റ്റ് മിനിറ്റ് പേര് പറയുന്നത്, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ ഒരുവിധം കത്തി നിൽക്കുന്ന ഒരു ഇത് എൻ്റെ ബ്രദറാണ് ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ എനിക്ക് ഫോണൊന്നുമില്ല, ലാൻഡ് ഫോണിൽ ആണ് വിളിച്ചിട്ട് ഡിസ്കഷൻ ഉണ്ട്, വീട്ടിലോട്ട് വരണം, വൈഫില്ല എന്നൊക്കെ. അപ്പം ഞാൻ കുഞ്ഞാ, ലൈക്ക് +1 +2 ആ ടൈമിലാണ്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, മൂവി വേണ്ട, നല്ല മൂവീസ് വരികയാണെങ്കിൽ ഫ്രണ്ട്സിനെ ഞാൻ ചോദിച്ചാലേ നമുക്ക് ചാൻസസ് കിട്ടത്തുള്ളൂ. അപ്പം ഫ്രണ്ട്സിനെ ചോദിക്കാം, വല്ല മൂവീസ് ഉണ്ടെങ്കിൽ, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം പറയും. ഇത് അങ്ങനെ വരുമ്പോഴാണ് ഈ ചെറിയ തല കാണിക്കുന്ന സീക്വൻസ്, ഒരു ജസ്റ്റ് ഒന്ന് പോയിട്ട് വരുന്ന സീക്വൻസ്. ഉടുമ്പ് ഇസ് ദി ഗുഡ് തിങ്. എനിക്കൊന്നും ഇല്ലാണ്ട് എന്നെ നന്നായി ട്രീറ്റ് ചെയ്ത സെറ്റുണ്ട്. അങ്ങനെയും പറയണല്ലോ. ഒരു മാനസിക രോഗമായിട്ട് തോന്നിയിട്ടുണ്ട്? അങ്ങനെയൊന്നുമില്ല, ലൈംഗിക ദാരിദ്ര്യം അങ്ങനെ തന്നെ പറയാം. സി, ഫോർ എക്സാമ്പിൾ പട്ടായയിൽ നടക്കുന്നുണ്ടോ റേപ്പ്? അപ്പം ഇവിടെ നമുക്ക് നമ്മുടെ റൂൾസ് ആൻഡ് നമ്മുടെ കൾച്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. സി, ഇപ്പം നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. ഇപ്പം അങ്ങനെ താല്പര്യമില്ലാത്തവർ വിവാദങ്ങളിലേക്ക് പോകുന്നുണ്ട്. ലൈക്ക് ബട്ട് റേപ്പ് ഇസ് അതിന് ഞാൻ എതിരാണ്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പിന്നെ ടോക്ക് വരുന്ന അതിന് കമൻറ്റ് ചെയ്യാനില്ല. പെണ്ണിന് എപ്പോഴും ശക്തി ഉണ്ടെന്ന് പറഞ്ഞ ആണുങ്ങൾ എപ്പോഴും താത്തി പറയരുത്, അത്രയേ ഉള്ളൂ. ശ്രീ ഒരു അതിജീവിതയാണ്, ഒരു ബോൺ ഫൈറ്ററാണ്. അപ്പോൾ ഒത്തിരി സ്ട്രഗിൾസ് നേരിട്ട് ഓവർകം ചെയ്ത് വന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്ന ഒത്തിരി ഗേൾസ് ഉണ്ടാവും. അപ്പം അവരോട് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ സ്ത്രീ നേരിട്ട് ആ സ്ട്രഗിൾ എങ്ങനെയാണ് ഓവർകം ചെയ്ത് വന്നത്? ഞാൻ ആദ്യം എൻ്റെ ഹസ്ബൻഡും പറയും, ഇപ്പം നീയൊക്കെ ഒരു ഭീരുവായിരുന്നു. ഞാൻ പറയാം ആയിരുന്നു. സൂസൈഡ്, ഇപ്പം നീ മരിച്ചു വരുന്നെങ്കിൽ എന്ത് ചെയ്തന്നെ. ഇപ്പം നമുക്ക് പറഞ്ഞിട്ട് കാര്യമല്ല. ടൈം ഹീൽസ് ആൻഡ് മൈ മെച്യൂരിറ്റി ഓൾസോ, ലൈക്ക് അതും ഫാക്ടറാണ്. പിന്നെ നമുക്കൊന്നും ഒരാളുണ്ടെന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അച്ഛനും അമ്മേനെ നോയിപ്പിക്കരുത്. വൺ തിങ്, ആരുണ്ട് എന്നുള്ളൊരു ചോദ്യം, ആരെങ്കിലും നോക്കിയിട്ടാണോ നമ്മൾ ജീവിച്ചത്? നമ്മൾ ജനിച്ചത് ആരെങ്കിലും നോക്കിയിട്ടാണോ? ഇത്രയും കാലം ജീവിച്ചത് എങ്ങനെയാണ്?
സോ അപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി വിട്ടിട്ട് പോയി, അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മൾ ഇത്രത്തോളം ക്രൂശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിന് കളയേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് യുവർ ലൈഫ്, വൺ ലൈഫ്, യു വോണ്ട് ടു ഫൈറ്റ് ഇറ്റ് അല്ലേ. നിനക്ക് നന്നായി ജീവിക്കണം, നീ 4 ആൾക്കാരുടെ മുമ്പിൽ ആൾക്കാരെ കാണിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നീ ഹാപ്പിയാണോ ജീവിതത്തിൽ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ അതിന് വേണ്ടിയിട്ട് വർക്ക് ഹാർഡ്. അപ്പം ഞാൻ എപ്പോഴും നേരത്തെയൊക്കെ ആകുമ്പം സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉള്ള ഭക്ഷണത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തു, പിന്നെ എനിക്ക് നല്ല വസ്ത്രം, പിന്നെ എനിക്ക് പതുക്കെ അപ്ഡേറ്റ് എൻ്റെ ആവശ്യങ്ങൾ കൂടി. സോ അതിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തു. എനിക്ക് നല്ല ഫോൺ വാങ്ങിക്കണം, പിന്നെ എനിക്കായപ്പോൾ എനിക്കൊരു കാർ വാങ്ങിക്കണം. സോ നിൻ്റെ ആവശ്യങ്ങൾ കൂടുമ്പം യു വിൽ വർക്ക് ഫോർ ഇറ്റ്. നിനക്കൊരു ആവശ്യം ഒരു 10,000 ആണ് ഒരു മാസം ആവശ്യമെങ്കിൽ യു വിൽ വർക്ക് ഫോർ 10,000. ഇഫ് യു വോണ്ട് 1 lakh യു വിൽ ചേസ് ഫോർ 1 lakh. അതുകൊണ്ടാണ് അങ്ങനെ എത്തിയാണ് ജിം വരെ എത്തിയത്. ടച്ച് വുഡ്, ഇറ്റ് വിൽ കം ലൈക്ക് ഗുഡ്. ഇപ്പോൾ ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ഒരാൾക്ക് അപ്പം അത്രയ്ക്കും കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടായിരിക്കും ജീവിതം അവസാനിപ്പിക്കാന്നുള്ളൊരു തോട്ട് വരുന്നത്. അപ്പം ഒരാൾ അയാളെ സപ്പോർട്ട് ആർക്ക് പോയി? അതെ, അതാ ഞാൻ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ലൈക്ക് റീസെൻ്റ് ആയിട്ട് എൻ്റെ ഫ്രണ്ട് സൂയിസൈഡ്, ഇതൊക്കെ എൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പറയും. ഇപ്പോൾ ആർക്ക് പോയെന്ന് വെച്ചാൽ നമുക്കാണ് പോയത്, നമ്മളാണ് ഇപ്പോൾ സങ്കടപ്പെടുന്നത്. ഈസി ആയിട്ട് മരിച്ചിട്ട് പോയി. സത്യം പറഞ്ഞാൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ചെവി കേൾക്കാൻ അറ്റ്ലീസ്റ്റ് നല്ലൊരു ഫ്രണ്ട് ആവണമെന്നൊന്നുമില്ല, ഒന്ന് ലിസൺ ചെയ്താൽ മതി. ജസ്റ്റ് ഒരാൾ മരിക്കരുത് എന്നൊരാഗ്രഹത്തിന് വേണ്ടി ജസ്റ്റ് ഒരാൾ സങ്കടം പറയാം, നീ പറ അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കാണ്ടേ ഒരു അരമണിക്കൂർ ഇരുന്ന് പറഞ്ഞു നോക്കിയാൽ ആ സാധനം അങ്ങ് പറഞ്ഞ് തീരുമ്പം തീരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. സോ ലിസൺ ടു ദോസ് ഇയേഴ്സ്. നമ്മൾ സിമ്പിളായിട്ട് വിചാരിക്കുന്ന ആൾക്കാർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. സോ നെവർ ഡൂ ദാറ്റ്. ഇപ്പം ഞാൻ തന്നെ ഭയങ്കര ഇങ്ങനെ ചകചകാന്നൊക്കെ സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ ആരെങ്കിലും ഒരു ചെറിയ കമൻറ്റ് എന്നെ ഹേർട്ട് ആകാറുണ്ട്. ലൈക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന ഒരു കമൻറ്റ്. അപ്പോൾ അത് കാരണം ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി എൻ്റെ ഇതിൽ. എൻ്റെ പോസ്റ്റാണ്, എൻ്റെ കമൻറ്റാണ്. സോ ഡോണ്ട് ഡൂ ദിസ്. ഇത് ആൾക്കാരെ വരട്ടുന്നതല്ല, എനിക്ക് ഹേർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഐ ടേക്ക് എ മെഷർ. ഞാൻ ആൾക്കാരുടെ കമൻറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ആൾക്കാരുടെ ഇതിൽ പോയി ഞാൻ ഹേർട്ട് ചെയ്യാൻ ശ്രമിക്കും. കുറേ പൊട്ട വീഡിയോസ് കാണാറുണ്ട്, കുറേ ആൾക്കാർ നല്ല ചമഞ്ഞത് ഇന്ന് കാണാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്കിങ്ങനെ തുരുതുരാന്ന് മെസ്സേജ് അയക്കാൻ തോന്നും, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ തോന്നും. ബട്ട് ഐ നെവർ ഡൂ ദാറ്റ്. ലൈക്ക് പോസിറ്റീവ് മാത്രം ഒരു ഹാർട്ട് ഇട്ട് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കാൻ പോവുക, അതോടെ നിർത്തും. ലൈക്ക് ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ നിന്ന് സ്റ്റേ അവേ, ഡോണ്ട് ഹേർട്ട് പീപ്പിൾ. യാ, സ്ട്രഗിളിൽ നിന്നൊക്കെ മാറി സ്റ്റിൽ വി ആർ സ്ട്രഗ്ലിംഗ് മാൻ. ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ ഇപ്പം ഞാനിപ്പം ഒരുവിധമൊക്കെ മീഡിയ ഫേസ് ഒക്കെ ആയി, ഒരുവിധം നല്ല രീതിയിലൊക്കെ കുറച്ച് കുഴപ്പമില്ലാണ്ട് ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ പീപ്പിൾ ആസ്ക്. ഇപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ബോഡി ബിൽഡിങ്, അതിലും ഐ ഹാവ് ഫേസ്ഡ് ദിസ് സ്റ്റുപ്പിഡ് തിങ്സ് അഗെയിൻസ്റ്റ് വിമൻ. അപ്പം നമ്മുടെ അടുത്തും വൃത്തികേടായിട്ട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് കോമ്പറ്റീഷൻ ഹിറ്റ് ചെയ്യണം, നിനക്ക് ഇന്ത്യ വരെ എത്തിക്കാനുള്ള എല്ലാ ലീഡ്സ് തരാം, സ്പോൺസർഷിപ്സ് തരാം, വി വിൽ ഡു ഓൾ ലൈക്ക് എൻഹാൻസ്ഡ് ഡ്രഗ്സ്, നമ്മളെല്ലാം സ്പോൺസർ ചെയ്യാം, ബി വിത്ത് അസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പീപ്പിൾ ആർ ഫേസിങ് എവറിവെയർ. അപ്പം നീ ചൂസ് ചെയ്യുക, നിനക്ക് വേണോ വേണ്ടേ സ്റ്റെപ്പ് അവേ. അതുകൊണ്ടാണ് ഞാൻ മൂവിയിൽ നിന്നും 1 സ്റ്റെപ്പ് ബാക്ക് ഇറങ്ങിയത്. മീഡിയ താല്പര്യമുണ്ട്, മീഡിയ എന്നെ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ. ബിക്കോസ് എല്ലാം നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞാൻ കുഞ്ഞിലേ തൊട്ട് കയറിയത് കാരണമായിരിക്കാം, എന്നെ കുഞ്ഞിലേ മുതലേ കാണുന്നതുകൊണ്ടായിരിക്കാം. മീഡിയ എനിക്ക് ഒട്ടും ഫ്രണ്ട്സ് മീഡിയയിലുള്ള ഒത്തിരി പേരുണ്ട്. ലൈക്ക് ഐ വർക്ക്ഡ് ഇൻ ലൈക്ക് കുറേ ചാനൽസിൽ. അപ്പം പേര് അലിചേട്ടൻ എൻ്റെ പ്രോഗ്രാം ഡയറക്ടർ. പിന്നെ ഞങ്ങൾക്ക് ആ ജയ്ഹിന്ദിൽ തന്നെ വിജയ് എന്ന് പറഞ്ഞിട്ട് ആങ്കർ ഉണ്ട്. പിന്നെ രഞ്ജിത്ത് പണ്ടത്തെ ഫുഡ് ആൻഡ് റോഡൊക്കെ ചെയ്ത് അവനിപ്പോൾ ബാംഗ്ലൂരിലാണ്. സോ അപ്പം വി ഹാവ് ഗുഡ് ടച്ച്. പിന്നെ ബാസി, ദേ ആർ സ്റ്റിൽ ഇൻ ടച്ച്. ലൈക്ക് നമ്മൾ അപ്പോഴത്തൊട്ടുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും ദേ ആർ ഗുഡ് ടു അസ്. ഇപ്പം ഈ സ്ട്രഗിളൊക്കെ മാറ്റി നിർത്തി, എല്ലാ വിഷമങ്ങളും മാറ്റി നിർത്തി അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഇപ്പോൾ ഒരു അടിപൊളി ഫാമിലി ലൈഫാണ് കൊണ്ടുപോകുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? യാ, ഐ എം ലിവിങ്. സത്യം പറഞ്ഞാൽ ഒത്തിരി പോസ്റ്റും ഫോട്ടോസും ഒന്നും ഞാൻ ഇടാറില്ല. ബിക്കോസ് ഓഫ് കണ്ണ് വിടുമെന്നൊക്കെ കുറേ നല്ലതൊക്കെ കാണുമ്പം അതൊക്കെ ഞാൻ വിശ്വസിക്കുന്ന എടുത്ത് പൊക്കുന്ന ഒരു വീഡിയോ, യാ തിരിച്ച് പൊതിക്കുന്ന വീഡിയോ ഒക്കെ ഇടാറുണ്ട്. അപ്പം ലിവിങ് സോ ഹാപ്പി. ബിക്കോസ് എല്ലാം പറയുമല്ലോ, എല്ലാവർക്കും എല്ലാ ലൈഫും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല. എൻ്റെ ലൈഫ് എന്നെയായിട്ട് അക്സെപ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ് ജാനു. ആൻഡ് ഹീ സോ ഗുഡ്. പക്ഷേ ഞാൻ എപ്പോഴും കുറ്റം പറയും, ലൈക്ക് വർക്കൗട്ട് ഇല്ല, ഞാൻ ഫ്രണ്ട്സിനൊക്കെ അറിയാൻ നടക്കും ആസ് ലൈക്ക് എ ടിപ്പിക്കൽ വിമൻ വൈഫ് മെറ്റീരിയൽ. ബട്ട് ലൈക്ക് എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വെറും വർക്കൗട്ട് ചെയ്ത് ഫ്രണ്ട്സുമായിട്ട് ചില്ല് ചെയ്ത് എൻജോയ് ചെയ്യണം എന്നുള്ളൊരു വ്യക്തിനെ, പാർട്ടി മൂഡ് എങ്ങനെ എൻജോയ് ചെയ്യണം എന്നുള്ള വ്യക്തിനെ ഡെയിലി റിതമിലാക്കി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഡയറ്റ് ഫുഡ് ഉള്ള ഫുഡ് ഒക്കെ കഴിച്ച് നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരുവിധം മൈൻഡ് സെറ്റ് ചെയ്ത് കോമ്പറ്റീഷൻ ചെയ്യും. പാവം കേട്ടോ, ഞാനാണ് കഷ്ടപ്പെടുത്തുന്നത്. ആൻഡ് വി ആർ ലിവിങ് ഗുഡ്, ഹാപ്പി ആയിട്ടുണ്ട്. ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഞങ്ങളുടെ ഇപ്പോഴാണ് ഞങ്ങളുടെ 2nd ആനിവേഴ്സറി നടന്നത്. ലൈക്ക് യാ, വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. 20th ആയിരുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. പക്ഷേ വി സെലിബ്രേറ്റഡ് ഓൺ വീക്കെൻഡ് ബിക്കോസ് 4 ദിവസം വഴക്കായിരുന്നു. ദാറ്റ് ഈസ് ദയർ. ഫാമിലിയിൽ വഴക്കില്ലാണ്ട് എല്ലാവരും പറയുമോ വി ആർ ലിവിങ് ഗുഡ്. അതെ, അന്നത്തെ ഇത് മാറ്റി ഞങ്ങൾ സൺഡേയിലോട്ട് മാറ്റി എന്ന് പറഞ്ഞ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. എൻ്റെ ഫ്രണ്ട്സൊക്കെ ലൈക്ക് വിഷസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഇന്ന് എൻ്റെ
ആനിവേഴ്സറി അല്ല, ഹാപ്പി അല്ല, ആനിവേഴ്സറി ആണ്. സോ ഹാപ്പി ആവുന്ന സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്യും, നമുക്ക് അന്ന് എല്ലാവർക്കും മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. യാ, ആൻഡ് വി സെലിബ്രേറ്റഡ്. ഇറ്റ് ഇസ് ലൈക്ക് എന്താണ്, ആദ്യമൊക്കെ കല്യാണം അല്ലെങ്കിൽ ആണുങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യവും പേടിയും ഒക്കെ ആയിരുന്നു. ബട്ട് ലൈഫിൽ പെട്ടെന്ന് എടുത്ത ഡിസിഷനാണ്. ബിക്കോസ് ഞാൻ കുറേ നാളായിട്ട് കല്യാണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ബിക്കോസ് ഓഫ് ഐ ഡോണ്ട് ട്രസ്റ്റ് പീപ്പിൾ, വിശ്വാസമേ ഇല്ലായിരുന്നു. പിന്നെ കുറേ സമയം എടുത്ത് ഓവർകം ചെയ്യാൻ. പിന്നെ നോക്കിയപ്പം എൻ്റെ പാസ്റ്റ് പറഞ്ഞിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് കിട്ടാണ്ട് ഐ വാസ് സ്ട്രഗ്ലിങ്. ലൈക്ക് കല്യാണം നോക്കിയിട്ട് ഞാൻ തന്നെ മാട്രിമോണിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. നോക്കിയപ്പോൾ എൻ്റെ ഞാൻ തമിഴ് അയ്യറാണ്. അപ്പം അങ്ങനെ നോക്കിയപ്പം വരുന്നതൊന്നും ഒരിക്കലും ഫിറ്റ്നസ്സുമായിട്ട് അഡ്ജസ്റ്റ് ആവത്തില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഒരു പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ടായി, ജിമ്മും കൂടെ ഇട്ട് തന്നിട്ട് ചെയ്യാം പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പം എന്നെ വിലയ്ക്ക് വാങ്ങിക്കുകയാണോ? അങ്ങനെ നമ്മൾ ചിന്തിക്കുമല്ലോ, നമ്മൾ പലതായിട്ട് ചിന്തിക്കുമല്ലോ. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ജിം ഇടുമ്പം എനിക്കൊരു മെൻറ്റൽ സപ്പോർട്ട് മതി. ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെയ്യുമായിരിക്കാം, ഐ ഡോണ്ട് നോ. ബട്ട് എനിക്കൊരു മെൻറ്റൽ സപ്പോർട്ട് വേണം. അപ്പം അങ്ങനത്തെ ഒരു ടോട്ടൽ ഒരു പാക്കേജാണ്. ലൈക്ക് ഐ ഗോട്ട് ടച്ച് വുഡ്, ഐ എം ലിവിങ് ഹാപ്പി. ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തി, അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ടോ? അങ്ങനെ ലൈക്ക് ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിഷമമുള്ളപ്പം സപ്പോർട്ട് ചെയ്ത പേരൻസ് ആണോ ഫ്രണ്ട്സ് ആണോ? പേരൻസും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫഹദിക്ക. അപ്പം ഞങ്ങൾ കൂടുതലും ഫോണിൽ കൂടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് അതുകൊണ്ടാണ് നന്ദി എപ്പോഴും ഉള്ളതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഫിനാൻഷ്യലി ഞാനൊരു വീടെടുത്ത് മാറണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ആ സമയത്ത് വീടിൻ്റെ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി എനിക്ക് പൈസ വന്നു. ഫ്രം ദെയർ ഐ ഗോട്ട് കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആവണം, ശക്തിയും അതുമൊക്കെ. പുള്ളി സൗദിയിലാണ്. അപ്പം അങ്ങനെയുള്ളപ്പം ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് റീച്ച് ചെയ്യിപ്പിച്ച് പുള്ളിക്കാരൻ അവധിക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ 6 months ഞാൻ തിരിച്ച് റീപേ ചെയ്തു. ബട്ട് സ്റ്റിൽ ആ സമയത്ത് ഹെൽപ്പ് ചെയ്യണം, വേറൊരു ദുരുദ്ദേശമൊന്നും ഇല്ലാണ്ട് ഹെൽപ്പ് മീ വെൽ. അത് കാരണം ഫഹദിക്കാം, പിന്നെ എൻ്റെ പേരൻസും, പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. ഞാനൊക്കെ ഒന്നിച്ച് താമസിച്ചായി, ഐ കാൺ ഫൊഗറ്റ് ദം. സൂര്യ, ബ്ലസ്, ഇങ്ങനെ കുറേ, നീതു, അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ദേ ഓൾ ഹെൽപ്പ് മീ മെൻ്റലി ആൻഡ് ഫിസിക്കലി. ഞാനൊക്കെ അടി വാങ്ങിച്ച് കരഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് എന്നെ കൺസോൾ ചെയ്യാനും ഇങ്ങനെ കുറേ കാര്യത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നവരാ. ദേ ആർ സ്റ്റിൽ ഇൻ ടച്ച്. അപ്പോൾ യങ്സ്റ്റേഴ്സിനൊക്കെ തീർച്ചയായിട്ടും റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ശ്രീയ അയ്യർ. കം ടു മൈ ജിം. ഷുവർ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. ഓക്കെ.